ഹായ് നമസ്കാരം. ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് LGSന് വേണ്ടിയിട്ടുള്ള സിലബസ് കംപ്ലീഷൻ ചലഞ്ചിൽ നമ്മളിന്ന് നോക്കുന്നത് സയൻസിൻ്റെ ഭാഗത്ത് നമുക്ക് 10 മാർക്കാണല്ലോ അല്ലേ. സയൻസിൽ നമുക്ക് 10 മാർക്കുണ്ട്. അതിൽ 5 മാർക്കും ജീവശാസ്ത്രം എന്ന ഭാഗത്താണ്. ഇതിൽ നമ്മളിന്ന് നോക്കുന്നത് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്. ഇത് കുറച്ച് അധികമുള്ള ടോപ്പിക്കാണ്. നമുക്കിത് 2 or 3 വീഡിയോ വെച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ചൊരു ഏകദേശം 120ഓളം ക്വസ്റ്റ്യൻസ് നോക്കും. ശേഷം എന്ത് ചെയ്യാം, നമുക്ക് 2 or 3 വീഡിയോ ആയിട്ട് ബാക്കിയുള്ള വീഡിയോസും കൂടി ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ജീവകം ഏതാണ്? കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ജീവകം ഏതാ? കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ജീവകം ഓപ്ഷൻ എ ആണ്. ജീവകം എ തന്നെയാണ് എന്തിനാവശ്യം? കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ജീവകം. രണ്ടാമത്തെ ചോദ്യം: ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന കണ്ണിലെ പാളി ഏതാ? ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന കണ്ണിലെ പാളി ഏതാ? രക്തക്കുഴലുകൾ കാണപ്പെടുന്ന പാളി ഏതാന്ന് വെച്ചാൽ രക്തപടലമാണ്. ഓപ്ഷൻ എ രക്തപടലമാണ്. ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന കണ്ണിലെ പാളിയാണിത് രക്തപടലം. ഇനി കണ്ണിലെ കലകൾക്ക് ഓക്സിജൻ, പോഷണം എന്നിവ നൽകുന്ന കണ്ണിലെ പാളി ഏതാണ്? കണ്ണിലെ കലകൾക്ക് ഓക്സിജൻ, പോഷണം എന്നിവ നൽകുന്ന കണ്ണിലെ പാളി ഏതാണ്? ഏതാ? ഓപ്ഷൻ ബി ആണ്, രക്തപടലമാണ്. കണ്ണിലെ കലകൾക്ക് ഓക്സിജന്, പോഷണം എന്നിവ നൽകുന്ന കണ്ണിലെ പാളിയാണ് ഇത് രക്തപടലം. ഇനി നേത്രഗോളത്തിന് ആകൃതിയും ദൃഢതയും നൽകുന്ന ബാഹ്യ പാളി ഏതാണ്? നേത്രഗോളത്തിന് ആകൃതിയും ദൃഢതയും നൽകുന്ന ബാഹ്യ പാളി ഏതാണ്? ഏതാ? ഓപ്ഷൻ എ ആണ്, ദൃഢപടലമാണ്. നേത്രഗോളത്തിന് ആകൃതിയും ദൃഢതയും നൽകുന്ന ബാഹ്യപാളി ചോദിച്ചാൽ ഏതാ? ദൃഢപടലമാണ്. ഇനി കണ്ണിൻ്റെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന പാളി ഏതാണ്? ഏതാ? ഓപ്ഷൻ ബി ആണ്, ദൃഢപടലമാണ്. കണ്ണിൻ്റെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന പാളി ഏതാന്ന് വെച്ചാൽ ഏതാ? ദൃഢപടലമാണ്. ഇനി നേത്രഗോളത്തിൻ്റെ പാളികളുടെ എണ്ണം എത്രയാണ്? നേത്രഗോളത്തിൻ്റെ പാളികളുടെ എണ്ണം എത്രയാണ്? എത്ര പാളികളാണുള്ളത്? 3 പാളികളാണ് അല്ലേ. ഓപ്ഷൻ ബി 3 പാളികളാണ് ഏതിനുള്ളത്? നമ്മുടെ നേത്രഗോളത്തിനുള്ളത്. ഇനി കണ്ണുകളെ നേത്രകോടരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്ന ഭാഗം ഏതാണ്? കണ്ണുകളെ നേത്രകോടരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്ന ഭാഗം ഏതാണ്? ഏതാ? ഓപ്ഷൻ ബി ആണ്, ബാഹ്യ കൺപേശികളാണ്. കണ്ണുകളെ നേത്രകോടരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്ന ഭാഗം ഏതാണ്? ഓപ്ഷൻ ബി ബാഹ്യ കൺപേശികളാണ്. ഇനി കണ്ണുകൾ സ്ഥിതി ചെയ്യുന്ന തലയോട്ടിയിലെ കുഴികൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? കണ്ണുകൾ സ്ഥിതി ചെയ്യുന്ന തലയോട്ടിയിലെ കുഴികൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഏത് പേരില? നേത്രകോടരമാണ്. ഓപ്ഷൻ സി നേത്രകോടരമാണ്. കണ്ണുകൾ സ്ഥിതി ചെയ്യുന്ന തലയോട്ടിയിലെ കുഴികൾ അറിയപ്പെടുന്നതാണ് ഏത്? നേത്രകോടരം. ഇനി 9ാമത്തെ ചോദ്യം: വ്യക്തമായ കാഴ്ചക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണ്? വ്യക്തമായ കാഴ്ചക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണ്? എത്രയാ? 25 സെൻറ്റിമീറ്റർ ആണ്. ഓപ്ഷൻ ബി 25 സെൻറ്റിമീറ്റർ. വ്യക്തമായ കാഴ്ചക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം ചോദിച്ചാൽ ഏതാ? 25 സെൻറ്റിമീറ്റർ ആണ്. ഇനി ദൃഢപടലത്തിൽ കോർണിയ ഒഴികെയുള്ള ഭാഗത്തെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലം ഏതാണ്? ദൃഢപടലത്തിൽ കോർണിയ ഒഴികെയുള്ള ഭാഗത്ത് ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലം ഏതാണ്? ഏതാ? ഓപ്ഷൻ ബി ആണ്, കൺജങ്ക്ടൈവയാണ്. കൺജങ്ക്ടൈവ. ദൃഢപടലത്തിൽ കോർണിയ ഒഴികെയുള്ള ഭാഗത്തെ ആവരണം ചെയ്തിട്ട് സംരക്ഷിക്കുന്ന സ്ഥലം ചോദിച്ചാൽ ഏതാ? കൺജങ്ക്ടൈവയാണ്. ഇനി ഏറ്റവും കൂടുതൽ ദാനം ചെയ്യപ്പെടുന്ന മനുഷ്യ അവയവം ഏതാണ്? ഏറ്റവും കൂടുതൽ ദാനം ചെയ്യപ്പെടുന്ന മനുഷ്യ അവയവം ഏതാണ്? ഏതാ? ഓപ്ഷൻ എ ആണ്, കണ്ണാണ് അല്ലേ. ഏറ്റവും കൂടുതൽ ദാനം ചെയ്യപ്പെടുന്ന മനുഷ്യനിലെ അവയവം ചോദിച്ചാൽ ഏതാ? കണ്ണാണ്. ഇനി ഇന്ദ്രിയാനുഭവത്തിൻ്റെ 80% പ്രദാനം ചെയ്യുന്ന അവയവം ഏതാണ്? ഇന്ദ്രിയാനുഭവത്തിൻ്റെ 80% പ്രദാനം ചെയ്യുന്ന അവയവം ഏതാ? ഓപ്ഷൻ സി കണ്ണാണ്. ഇന്ദ്രിയാനുഭവത്തിൻ്റെ 80% പ്രദാനം ചെയ്യുന്ന അവയവം ചോദിച്ചാൽ ഏതാ? കണ്ണാണ്. ഇനി കണ്ണുകളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കണ്ണുകളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഏതാ? ഒഫ്താൽമോളജി ആണ്. ഓപ്ഷൻ ബി ഒഫ്താൽമോളജി. കണ്ണുകളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഒഫ്താൽമോളജി. ഇനി പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന കണ്ണിൻ്റെ ആന്തരപാളി ഏതാണ്? പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന കണ്ണിൻ്റെ ആന്തരപാളി ഏതാണ്?
ഏതാ? ഓപ്ഷൻ സി ആണ്, റെറ്റിനയാണ്. പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന കണ്ണിന്റെ ആന്തരപാളി ചോദിച്ചാൽ ഏതാ? റെറ്റിനയാണ്. ഇനി കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്ന ആന്തരപാളിയിലെ ഭാഗം ഏതാ? കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്ന ആന്തരപാളിയിലെ ഭാഗം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ബി ആണ്, റെറ്റിന തന്നെയാണ്. കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്ന ആന്തരപാളിയിലെ ഭാഗം ചോദിച്ചാൽ ഏതാ? റെറ്റിനയാണ്. ഇനി 16ാമത്തെ ചോദ്യം, റെറ്റിനയിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്താണ്? റെറ്റിനയിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്താണ്? എന്താ? ഓപ്ഷൻ എ ആണ്, യഥാർത്ഥവും തല കീഴായതുമാണ്. റെറ്റിനയിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത ചോദിച്ചാൽ എന്താ? യഥാർത്ഥവും തല കീഴായതുമാണ്. ഇനി 17ാമത്തെ ചോദ്യം, റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഭാഗം ഏതാ? റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഭാഗം ഏതാ? ഏതാ? ഓപ്ഷൻ എ ആണ്, പീതബിന്ദുവിലാണ്. റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഭാഗം ചോദിച്ചാൽ ഏതാ? പീതബിന്ദുവാണ്. ഇനി ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള കണ്ണിലെ ഭാഗം ഏതാണ്? ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള കണ്ണിലെ ഭാഗം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, പീതബിന്ദുവാണ്. കണ്ണിൽ ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള ഭാഗം ചോദിച്ചാൽ ഏതാ? പീതബിന്ദുവാണ്. ഇനി കാഴ്ചയില്ലാത്ത കണ്ണിലെ ഭാഗം ഏതാണ്? കാഴ്ചയില്ലാത്ത കണ്ണിലെ ഭാഗം ഏതാണ്? ഏതാ? ഓപ്ഷൻ ഡി ആണ്, അന്ധബിന്ദുവാണ്. കാഴ്ചയില്ലാത്ത കണ്ണിലെ ഭാഗം ചോദിച്ചാൽ ഏതാ? അന്ധബിന്ദുവാണ്. ഇനി പ്രകാശഗ്രാഹി കോശങ്ങൾ ഇല്ലാത്ത കണ്ണിലെ ഭാഗം ഏതാണ്? പ്രകാശഗ്രാഹി കോശങ്ങളില്ലാത്ത കണ്ണിലെ ഭാഗം ഏതാണ്? ഏതാ? അന്ധബിന്ദുവാണ് അല്ലെ? ഓപ്ഷൻ ബി അന്ധബിന്ദുവാണ്. പ്രകാശഗ്രാഹി കോശങ്ങളില്ലാത്ത കണ്ണിലെ ഭാഗം ചോദിച്ചാൽ ഏതാ? അന്ധബിന്ദുവാണ്. ഇനി കണ്ണിലെ ദൃഢപടലത്തിന്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗം ഏതാണ്? കണ്ണിലെ ദൃഢപടലത്തിന്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗം ഏതാണ്? ഏതാ? കോർണിയയാണ്. ഓപ്ഷൻ എ കോർണിയയാണ്. കണ്ണിലെ ദൃഢപടലത്തിന്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗം അറിയപ്പെടുന്ന ഏത് പേരില? കോർണിയ എന്ന പേരിലാണ്. ഇനി കണ്ണുമാറ്റൽ ശസ്ത്രക്രിയയിൽ മാറ്റിവെക്കപ്പെടുന്ന ഭാഗം ഏതാണ്? കണ്ണുമാറ്റൽ ശസ്ത്രക്രിയയിൽ മാറ്റിവെക്കപ്പെടുന്ന ഭാഗം ഏതാണ്? ഏതാ? ഓപ്ഷൻ സി ആണ്, കോർണിയയാണ്. കണ്ണുമാറ്റൽ ശസ്ത്രക്രിയയിൽ മാറ്റിവെക്കപ്പെടുന്ന ഭാഗം ചോദിച്ചാൽ ഏതാ? അത് കോർണിയയാണ്. ഇനി പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഭാഗം ഏതാണ്? പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഭാഗം ഏതാണ്? ഏതാ? ഓപ്ഷൻ ഡി ആണ്, കോർണിയയാണ്. കോർണിയ. പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഭാഗമാണ് ഏത്? കോർണിയ. ഇനി കോർണിയയുടെ പിൻഭാഗത്ത് കാണപ്പെടുന്ന രക്തപടലത്തിലെ ഭാഗം ഏതാണ്? കോർണിയയുടെ പിൻഭാഗത്ത് കാണപ്പെടുന്ന രക്തപടലത്തിലെ ഭാഗം ഏതാ? ഐറിസ് ആണ്. ഓപ്ഷൻ സി ഐറിസ് ആണ്. ഇനി ഐറിസിന് ഇരുണ്ട നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാ? ഐറിസിന് ഇരുണ്ട നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാ? ഓപ്ഷൻ എ ആണ്, മെലാനിൻ ആണ് കേട്ടോ. ഐറിസിന് ഇരുണ്ട നിറം നൽകുന്ന വർണ്ണവസ്തു ചോദിച്ചാൽ ഏതാ? മെലാനിൻ ആണ്. ഇനി കണ്ണിലെ ഐറിസിന്റെ മധ്യഭാഗത്തുള്ള സുഷിരം ഏതാണ്? കണ്ണിലെ ഐറിസിന്റെ മധ്യഭാഗത്തുള്ള സുഷിരം ഏതാണ്? ഏതാ? ഓപ്ഷൻ ഡി ആണ്, പ്യൂപ്പിളാണ്. കണ്ണിലെ ഐറിസിന്റെ മധ്യഭാഗത്തുള്ള സുഷിരം ചോദിച്ചാൽ ഏതാ? പ്യൂപ്പിളാണ്. ഇനി 27ാമത്തെ ചോദ്യം, പ്രകാശ തീവ്രതക്കനുസരിച്ച് വലിപ്പം ക്രമീകരിക്കപ്പെടുന്ന കണ്ണിലെ ഭാഗം ഏതാണ്? പ്രകാശ തീവ്രതക്കനുസരിച്ച് വലിപ്പം ക്രമീകരിക്കപ്പെടുന്ന കണ്ണിലെ ഭാഗം ഏതാണ്? ഓപ്ഷൻ സി ആണ്, പ്യൂപ്പിളാണ്. പ്രകാശ തീവ്രതക്കനുസരിച്ച് വലിപ്പം ക്രമീകരിക്കപ്പെടുന്ന കണ്ണിലെ ഭാഗം ചോദിച്ചാൽ ഏതാ? പ്യൂപ്പിളാണ്. ഇനി മനുഷ്യന്റെ കണ്ണിലെ ലെൻസ് ഏതാണ്? നമ്മുടെ കണ്ണിലുള്ള ലെൻസ് ഏതാണ്? ഏത് ലെൻസാ? ഓപ്ഷൻ ബി ആണ്, കോൺവെക്സ് ലെൻസ് ആണ് അല്ലെ? ഓപ്ഷൻ ബി കോൺവെക്സ് ലെൻസ് ആണ്. ഇനി നേത്ര ലെൻസിന്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികൾ ഏതാണ്? നേത്ര ലെൻസിന്റെ വക്രത ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന പേശികൾ ഏതാണ്? ഏതാ? ഓപ്ഷൻ എ ആണ്, സീലിയറി പേശികളാണ്. നേത്ര ലെൻസിന്റെ വക്രത ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന പേശികൾ ചോദിച്ചാൽ ഏതാ? സീലിയറി പേശികളാണ്. ഇനി
പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്ന ഭാഗം ഏതാണ്? പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്ന ഭാഗം ഏതാണ്? ഏതാ? ഓപ്ഷൻ സി ആണ്, നേത്രനാഡിയാണ്. പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്ന ഭാഗമാണേത്? നേത്രനാഡി. ഇനി കണ്ണിലെ കോർണിയക്കും ലെൻസിനും ഇടയിലുള്ള അറ ഏതാണ്? കണ്ണിലെ കോർണിയക്കും ലെൻസിനും ഇടയിലുള്ള അറ ഏതാണ്? ഏതാ? ഓപ്ഷൻ ബി ആണ്, അക്വസ് അറയാണ്. കണ്ണിലെ കോർണിയക്കും ലെൻസിനും ഇടയിലുള്ള അറ ചോദിച്ചാൽ ഏതാ? അത് അക്വസ് അറയാണ്. ഇനി അക്വസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം ഏതാണ്? അക്വസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം ഏതാണ്? ഏതാ? അക്വസ് ദ്രവമാണല്ലേ. അക്വസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം ചോദിച്ചാൽ അക്വസ് ദ്രവം. 33ാമത്തെ ചോദ്യം, കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന ദ്രവം ഏതാണ്? കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന ദ്രവം ഏതാണ്? ഏതാ? ഓപ്ഷൻ എ ആണ്, അക്വസ് അറയാണ്. കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന ദ്രവമാണിത്, അക്വസ് അറ. ഇനി കണ്ണിലെ ലെൻസിനും റെറ്റിനക്കും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അറ ഏതാണ്? കണ്ണിലെ ലെൻസിനും റെറ്റിനക്കും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അറ ഏതാണ്? ഏതാ? വിട്രിയസ് അറയാണ്. ലെൻസിനും റെറ്റിനക്കും ഇടയിലായിട്ട് ഏതാ? വിട്രിയസ് അറയാണ്. ഓപ്ഷൻ സി ആണ്, വിട്രിയസ് അറ. ഏതിൻ്റെയൊക്കെ എടുക്കാം? ലെൻസിനും റെറ്റിനക്കും ഇടയിലായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഏതാ? വിട്രിയസ് അറയാണ്. ഇനി നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞ എന്താ? കോർണിയക്കും അതേപോലെ ലെൻസിനും ഇടയിലാണെങ്കിലോ അത് അക്വസ് അറയാണ്. ഇനി കണ്ണിലെ വിട്രിയസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം ഏതാണ്? കണ്ണിലെ വിട്രിയസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം ഏതാണ്? ഏതാ? ഓപ്ഷൻ എ ആണ്, വിട്രിയസ് ദ്രവമാണ്. കണ്ണിലെ വിട്രിയസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം ചോദിച്ചാൽ ഏതാ? വിട്രിയസ് ദ്രവമാണ്. ഇനി അടുത്ത ചോദ്യം, 36ാമത്തെ ചോദ്യം, നേത്രഗോളത്തിന്റെ ആകൃതി നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ദ്രവം ഏതാണ്? നേത്രഗോളത്തിന്റെ ആകൃതി നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ദ്രവം ഏതാ? ഓപ്ഷൻ എ ആണ്, വിട്രിയസ് ദ്രവമാണ്. നേത്രഗോളത്തിന്റെ ആകൃതി നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ദ്രവം ചോദിച്ചാൽ ഏതാ? വിട്രിയസ് ദ്രവമാണ്. ഇനി നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങൾ ഏതാണ്? നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങൾ ഏതാ? ഓപ്ഷൻ സി ആണ്, റോഡ് കോശങ്ങളാണ്. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങൾ ചോദിച്ചാൽ ഏതാ? റോഡ് കോശങ്ങളാണ്. ഇനി മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചക്ക് സഹായിക്കുന്ന കോശങ്ങൾ ഏതാണ്? മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചക്ക് സഹായിക്കുന്ന കോശങ്ങൾ ഏതാണ്? ഏതാ? ഓപ്ഷൻ ബി ആണ്, റോഡ് കോശങ്ങളാണ്. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചക്ക് സഹായിക്കുന്ന കോശങ്ങൾ ചോദിച്ചാൽ ഏതാ? റോഡ് കോശങ്ങളാണ്. ഇനി പകൽ വെളിച്ചത്തിൽ കാഴ്ചക്ക് സഹായിക്കുന്ന കോശങ്ങൾ ഏതാണ്? പകൽ വെളിച്ചത്തിൽ കാഴ്ചക്ക് സഹായിക്കുന്ന കോശങ്ങൾ ഏതാണ്? ഏതാ? കോൺ കോശങ്ങളാണ്. ഓപ്ഷൻ എ, കോൺ കോശങ്ങൾ. പകൽ വെളിച്ചത്തിൽ കാഴ്ചക്ക് സഹായിക്കുന്ന കോശങ്ങൾ ചോദിച്ചാൽ ഏതാ? കോൺ കോശങ്ങളാണ്. ഇനി റോഡ് കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു ഏതാണ്? റോഡ് കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു ഏതാണ്? ഏതാ? റെഡോപ്സിൻ ആണല്ലേ. ഓപ്ഷൻ ഡി, റെഡോപ്സിൻ ആണ്. റോഡ് കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു ചോദിച്ചാൽ ഏതാ? റെഡോപ്സിൻ ആണ്. ഇനി കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു ഏതാണ്? കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു ഏതാണ്? ഏതാ? ഓപ്ഷൻ സി ആണ്, അയഡോപ്സിൻ ആണ്. ഓപ്ഷൻ സി, അയഡോപ്സിൻ. കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു ഏതാ? അയഡോപ്സിൻ ആണ്. ഇനി 2020 എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2020 എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടതാണ്? എന്താ? വ്യക്തമായ കാഴ്ചയാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്, വ്യക്തമായ കാഴ്ചയാണ്. 2020 എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടതാ? വ്യക്തമായ കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി മനുഷ്യന്റെ കണ്ണിലെ വീക്ഷണ സ്ഥിരത എത്രയാണ്? മനുഷ്യന്റെ കണ്ണിലെ വീക്ഷണ സ്ഥിരത ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ്, 1/16 സെക്കൻഡ് ആണ്. 1/16 സെക്കൻഡ് ആണ്. ഇനി കണ്ണിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച്
കണ്ണിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഫോക്കൽ ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിന്റെ കഴിവിനെ പറയുന്ന പേരെന്താ? കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഫോക്കൽ ദൂരം ക്രമീകരിക്കാനുള്ള കഴിവിനെ പറയുന്നത് എന്താ? സമഞ്ജനക്ഷമതയാണ്. ഓപ്ഷൻ ബി സമഞ്ജനക്ഷമത. കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഫോക്കൽ ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിന്റെ കഴിവിനെ പറയുന്ന പേരാണെന്ത്? സമഞ്ജനക്ഷമത. ഇനി കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ട് ഏതാണ്? കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ട് ഏതാണ്? ഓപ്ഷൻ സി ആണ് സ്നെല്ലൻ ചാർട്ട് അല്ലെ. സ്നെല്ലൻ ചാർട്ട് കാഴ്ച പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചാർട്ട് ചോദിച്ചാൽ സ്നെല്ലൻ ചാർട്ടാണ്. ഇനി സ്നെല്ലൻ ചാർട്ട് വികസിപ്പിച്ച വ്യക്തി ആരാണ്? സ്നെല്ലൻ ചാർട്ട് വികസിപ്പിച്ച വ്യക്തി ആരാണ്? ഓപ്ഷൻ എ ആണ് ഹെർമൻ സ്നെല്ലർ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ഹെർമൻ സ്നെല്ലർ. സ്നെല്ലൻ ചാർട്ട് വികസിപ്പിച്ച വ്യക്തി ചോദിച്ചാൽ ഹെർമൻ സ്നെല്ലർ ആണ്. ഇനി എത്ര മീറ്റർ അകലെ നിന്നാണ് സ്നെല്ലൻ ചാർട്ട് വായിക്കേണ്ടത്? എത്ര മീറ്റർ അകലെ നിന്നാണ് സ്നെല്ലൻ ചാർട്ട് വായിക്കേണ്ടത്? 6 മീറ്റർ അകലെ നിന്നാണ് അല്ലെ. ഓപ്ഷൻ എ ആണ് 6 മീറ്റർ അകലെ നിന്നാണ്. ഇനി അന്ധരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായം ഏതാണ്? അന്ധരായ ആളുകൾ എഴുതാനും വായിക്കാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായം ഏതാണ്? ബ്രെയിലി ലിപി സമ്പ്രദായമാണ്. ഓപ്ഷൻ സി ബ്രെയിലി ലിപി സമ്പ്രദായമാണ്. അന്ധരായ ആളുകൾ എഴുതാനും വായിക്കാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായമാണ് ബ്രെയിലി ലിപി സമ്പ്രദായം. ഇനി ബ്രെയിലി ലിപി വികസിപ്പിച്ചെടുത്ത വ്യക്തി ആരാണ്? ബ്രെയിലി ലിപി വികസിപ്പിച്ചെടുത്ത വ്യക്തി ആരാണ്? ലൂയിസ് ബ്രെയിലിയാണ് അല്ലെ. ഓപ്ഷൻ എ ലൂയിസ് ബ്രെയിലിയാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ പറഞ്ഞു റോഡ് കോശങ്ങളിലെ വർണ്ണവസ്തുവാണ് റെഡോപ്സിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കോൺ കോശങ്ങളിലെ വർണ്ണവസ്തു പറഞ്ഞത് അയോഡോപ്സിൻ ആണ്. അല്ലെങ്കിൽ എന്ത് പറയാം? ഫോട്ടോപ്സിൻ എന്നും പറയാം കേട്ടോ. അയോഡോപ്സിൻ എന്നും പറയാം, അതുപോലെ ഫോട്ടോപ്സിൻ എന്നും പറയാം. അതുപോലെ വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ചോദിച്ചാൽ അത് റെഡോപ്സിൻ ആണ് കേട്ടോ. വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ചോദിച്ചാൽ റെഡോപ്സിൻ ആണ്. അതുപോലെ ജീവകം എയിൽ നിന്ന് നിർമ്മിക്കപ്പെടുന്ന റെഡോപ്സിനിലെ ഘടകമാണ് റെറ്റിനാൽ എന്ന് പറയുന്നത്. ജീവകം എയിൽ നിന്ന് നിർമ്മിക്കപ്പെടുന്ന റെഡോപ്സിനിലെ ഘടകം ചോദിച്ചാൽ റെറ്റിനാൽ ആണ്. അതുപോലെ വിഷ്വൽ വയലറ്റ് എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് അയഡോപ്സിന്. അപ്പം വിഷ്വൽ പർപ്പിൾ ചോദിച്ചാൽ റെഡോപ്സിനും വിഷ്വൽ വയലറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അത് അയഡോപ്സിനുമാണ്. മാറിപ്പോരുത്. വിഷ്വൽ പർപ്പിൾ റെഡോപ്സിനും വിഷ്വൽ വയലറ്റ് ചോദിച്ചാൽ അത് അയഡോപ്സിനുമാണ്. ഇനി മൂങ്ങക്ക് പകൽ വെളിച്ചത്തിൽ കാഴ്ച കുറയാനുള്ള കാരണം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? അത് കോൺ കോശങ്ങളുടെ അപര്യാപ്തതയാണെന്നുള്ള കാര്യം ഓർത്തു നോക്കുക. മൂങ്ങക്ക് പകൽ വെളിച്ചത്തിൽ കാഴ്ച കുറയാൻ കാരണം എന്താ? കോൺ കോശങ്ങളുടെ അപര്യാപ്തതയാണ്. അതുപോലെ കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ചോദിച്ചാൽ അത് ലാക്രിമൽ ഗ്രന്ഥിയാണ്. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ലാക്രിമൽ ഗ്രന്ഥിയാണ്. അതുപോലെ നമ്മുടെ കണ്ണിലെ രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള കണ്ണുനീരിൽ അടങ്ങിയ എൻസൈം ചോദിച്ചാൽ അത് ലൈസോസൈമാണ്. രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള കണ്ണുനീരിൽ അടങ്ങിയ എൻസൈം ചോദിച്ചാൽ ലൈസോസൈമാണ്. ലൈസോസൈം കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആട്ടോ. അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് കണ്ടുപിടിക്കുന്നത്? ലൈസോസൈം കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ കണ്ണുനീരിൽ കാണുന്ന ലോഹം കണ്ണുനീരിൽ കാണുന്ന ലോഹം ചോദിച്ചാൽ സിങ്ക് ആണ് കേട്ടോ. കണ്ണുനീരിൽ കാണുന്ന ലോഹം ചോദിച്ചാൽ അത് സിങ്ക് ആണ്. അതുപോലെ കണ്ണിന്റെ തിളക്കത്തിന് കാരണവും സിങ്ക് തന്നെയാണ്. കണ്ണിൽ കാണപ്പെടുന്ന ലോഹം ചോദിച്ചാൽ സിങ്ക് ആണ്. കണ്ണിന്റെ തിളക്കത്തിന് കാരണം ചോദിച്ചാലും സിങ്ക് തന്നെയാണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ആദ്യമായിട്ട് കണ്ണുനീരുണ്ടാകുന്നത് എന്ന് മുതൽ ജനിച്ചിട്ട് 3 ആഴ്ച പ്രായമാകുന്ന സമയത്താണ് കുഞ്ഞുങ്ങൾക്ക് എന്തുണ്ടാകുന്നത്? കണ്ണുനീരുണ്ടാകുന്നത് എന്ന കാര്യം ഓർത്തു വെക്കുക. കുഞ്ഞുങ്ങൾക്ക് ആദ്യമായിട്ട് കണ്ണുനീരുണ്ടാകുന്ന സമയം എത്രയാ? വയസ്സെത്രയാന്ന് ചോദിച്ചാൽ ജനിച്ചിട്ട് 3 ആഴ്ച കഴിഞ്ഞാലാണ് എന്തുണ്ടാകുന്നത്? കുഞ്ഞുങ്ങൾക്ക് കണ്ണുനീരുണ്ടാകുന്നത്. അതുപോലെ സീറോഫ്താൽമിയ എന്ന രോഗത്തിന് കാരണം നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ജീവകം എയുടെ അപര്യാപ്തതയായിരുന്നു അല്ലെ. സീറോഫ്താൽമിയ എന്ന രോഗത്തിന് കാരണം എന്താ? ജീവകം എയുടെ അപര്യാപ്തതയാണ്. എന്താ സീറോഫ്താൽമിയ എന്ന് പറയുന്നത്?
നമ്മുടെ നേത്രാവരണവും കോർണിയും വരണ്ടിട്ട് എന്താവും ഈർപ്പരഹിതവും അതുപോലെ അതാര്യവുമായി തീരുന്ന അവസ്ഥയാണ് ഇത് സീറോഫ്താൽമിയ. നേത്രാവരണം കോർണിയും വരണ്ട് ഈർപ്പരഹിതമായിട്ട് അതാര്യമായി തീരുന്ന അവസ്ഥയാണ് ഇത് സീറോഫ്താൽമിയ. ഇതിന് കാരണം എന്താ? ജീവകം എയുടെ അപര്യാപ്തതയാണ്. ഇനി മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകാത്ത അവസ്ഥയാണ് ഇത് നിശാന്തത. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകാത്ത അവസ്ഥയാണ് ഇത് നിശാന്തത. നിശാന്തതക്ക് കാരണം ഏത് തന്നെയാ? ജീവകം എയുടെ അപര്യാപ്തതയാണ്. അതുപോലെ വേറൊരു വൈകല്യമാണ് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. എന്താ? വർണ്ണാന്തത അല്ലെ. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ ചോദിച്ചാൽ ഏതാ? വർണ്ണാന്തതയാണ്. ഈ വർണ്ണാന്തതയുള്ള ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങളാണ് ചുവപ്പും പച്ചയും. വർണ്ണാന്തതയുള്ള ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങൾ ചോദിച്ചാൽ ഏതാ? ചുവപ്പും പച്ചയുമാണ്. എന്നാൽ അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്ന നിറമാണ് ഏത്? നീല എന്ന് പറയുന്നത്. ഇനി വർണ്ണാന്തത കണ്ടുപിടിച്ചത് ആരാന്ന് വെച്ചാൽ ജോൺ ഡാൾട്ടൺ ആണ്. അതുകൊണ്ട് തന്നെ വർണ്ണാന്തതയുടെ മറ്റൊരു പേരാണ് എന്ത്? ഡാൾട്ടനിസം. ഓക്കെ. ഇനി ഈ വർണ്ണാന്തത നിർണ്ണയിക്കാനുള്ള പരിശോധന ചോദിച്ചാൽ ഏതാ? ഇഷിഹാരയാണ്. വർണ്ണാന്തത നിർണ്ണയിക്കാനുള്ള പരിശോധന ചോദിച്ചാൽ ഏതാ? ഇഷിഹാരയാണ്. ഇനി നേത്രാവരണത്തിനുണ്ടാകുന്ന അണുബാധ ഏതാ രോഗം? ചെങ്കണ്ണാണ്. നേത്രാവരണത്തിനുണ്ടാകുന്ന അണുബാധ ചോദിച്ചാൽ അത് ചെങ്കണ്ണാണ്. ഇനി വേറൊന്ന്, പ്രായം കൂടുന്ന സമയത്ത് കണ്ണിലെ ലെൻസിന്റെ ഇലാസ്തികത കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് ഏത്? വെള്ളെഴുത്ത് അല്ലെങ്കിൽ പ്രസ് ബയോപ്പിയ. പ്രായം കൂടുന്ന സമയത്ത് കണ്ണിലെ ലെൻസിന്റെ ഇലാസ്തികത കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് ഏത്? ബയോപ്പിയ അല്ലെങ്കിൽ വെള്ളെഴുത്ത് എന്ന് പറയുന്നത്. ഈ പ്രായം കൂടുന്ന സമയത്ത് കണ്ണിലെ ലെൻസിന്റെ സുതാര്യത നഷ്ടമാകുന്നതാണെങ്കിൽ അത് തിമിരവുമാട്ടോ. പ്രായം കൂടുന്ന സമയത്ത് കണ്ണിലെ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്നത് തിമിരമാണ്. ഇനി ലോകത്തിൽ ആദ്യമായിട്ട് തിമിര ശാസ്ത്രക്രിയ നടത്തിയത് ആരാന്ന് വെച്ചാൽ ആരാ? ശുശ്രുതനാട്ടോ. ആരാ? ശുശ്രുതനാണ്. ലോകത്തിൽ ആദ്യമായിട്ട് തിമിര ശാസ്ത്രക്രിയ നടത്തിയത് ആരാന്ന് വെച്ചാൽ ആരാ? ശുശ്രുതനാണ്. വേറൊരു രോഗമാണ് നമ്മുടെ ട്രക്കോമ എന്ന രോഗം ബാധിക്കുന്ന അവയവം ചോദിച്ചാൽ ഏതാ? കണ്ണാണ് കേട്ടോ. കണ്ണിനെ ബാധിക്കുന്ന മറ്റൊരു രോഗമാണ് ഇത് ട്രക്കോമ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കണ്ണ് പുറത്തേക്ക് തുറിച്ചു വരുന്ന അവസ്ഥയുണ്ട്. അതിനെ പറയുന്ന പേരെന്താ? അത് എക്സോഫ്താൽമോസ് എന്നാണ്. എക്സോഫ്താൽമോസ് അല്ലെങ്കിൽ പ്രൊപ്റ്റോസിസ് എന്നൊക്കെ പറയാറുണ്ട്. കണ്ണ് പുറത്തേക്ക് തുറിച്ചു വരുന്ന അവസ്ഥ എന്താ? എക്സോഫ്താൽമോസ് എന്നാണ്, അല്ലെങ്കിൽ പ്രൊപ്റ്റോസ് എന്നൊക്കെ പറയാറുണ്ട്. ഇനി വേറൊന്ന്, നമ്മൾ കോർണിയ മാറ്റിയിട്ട് പുതിയ കോർണയെ വെച്ച് പിടിപ്പിക്കുന്ന ശസ്ത്രക്രിയ എന്താ പറയുന്നതെന്നറിയോ? കെരാറ്റോപ്ലസി എന്നാണ്. കെരാറ്റോപ്ലസി. കോർണിയ മാറ്റിയിട്ട് പുതിയ കോർണിയ ഇൻബിൽഡ് ചെയ്യുന്നതിന് ആ ശസ്ത്രക്രിയ പറയുന്ന പേരാണിത് കെരാറ്റോപ്ലസി. ഇനി നമ്മൾ പറഞ്ഞു കണ്ണിന്റെ ഉൾവശം പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാ? ഒഫ്താൽമോസ്കോപ്പാണ്. എന്താ? കണ്ണിന്റെ ഉൾവശം പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ചോദിച്ചാൽ അത് ഒഫ്താൽമോസ്കോപ്പാണ്. അതുപോലെ നമ്മുടെ കണ്ണിനുള്ളിലെ മർദ്ദം അളക്കുന്ന കണ്ണ് പരിശോധനാ രീതി ഏതാണെന്ന് വെച്ചാൽ ടോണോമെട്രിയാണ്. കണ്ണിനുള്ളിലെ മർദ്ദം അളക്കാനുള്ള കണ്ണ് പരിശോധനാ രീതി ചോദിച്ചാൽ ഏതാ? ടോണോമെട്രിയാണ്. അതുപോലെ നമ്മുടെ കണ്ണിനുണ്ടാകുന്ന വേറെ വൈകല്യങ്ങളാണ് ഏതൊക്കെ? ഹ്രസ്വദൃഷ്ടി, ദീർഘദൃഷ്ടി, വിഷമദൃഷ്ടിയൊക്കെ അല്ലേ. ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ലെൻസുകളൊന്നും ജസ്റ്റ് നോക്കിയാലോ? ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഏതാ? കോൺകേവ് ലെൻസ് ആണ്. ഹ്രസ്വം പരിഹരിക്കാൻ ഏതാ? കോൺകേവ് ലെൻസ് ആണ്. ദീർഘദൃഷ്ടി പരിഹരിക്കാനാണെങ്കിലോ കോൺവെക്സ് ലെൻസ് ആണ്. ഹ്രസ്വദൃഷ്ടി കോൺകേവും ദീർഘദൃഷ്ടിയാണെങ്കിൽ കോൺവെക്സ് ലെൻസും ആണ്. വേറൊന്നാണ് വിഷമദൃഷ്ടി അല്ലെ. വിഷമദൃഷ്ടി പരിഹരിക്കാനാണെങ്കിൽ അത് സിലിണ്ടറിക്കൽ ലെൻസ് ആണ്. വിഷമദൃഷ്ടി പരിഹരിക്കാനാണെങ്കിൽ അത് സിലിണ്ടറിക്കൽ ലെൻസ് ആണ്. അതുപോലെ ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലെൻസ് ഉണ്ട്, ബൈഫോക്കൽ ലെൻസ് ആണ്. ബൈഫോക്കൽ ലെൻസ് എന്തിനു വേണ്ടിയിട്ടാണ്? ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലെൻസാണ് ഇത് ബൈഫോക്കൽ ലെൻസ്. ഇതാരാ കണ്ടുപിടിച്ചെന്നറിയോ? ബൈഫോക്കൽ ലെൻസ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആട്ടോ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. ഇനി നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്ന ഏതാ? ഗ്ലോക്കോമയാട്ടോ. ഗ്ലോക്കോമയാണ്. നിശബ്ദനായ കാഴ്ചശക്തി അപഹാരിയാണ് ഇത് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. നേത്രഗോളത്തിലെ മർദ്ദം അസാധാരണമായിട്ട് വർദ്ധിക്കുന്ന അവസ്ഥയാണ് ഇത് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ശബ്ദതരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്ന ബാഹ്യകർണത്തിലെ ഭാഗം ഏതാ? ശബ്ദതരംഗങ്ങളെ ബാഹ്യകർണത്തിൽ നിന്ന് ശബ്ദതരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്ന ബാഹ്യകർണത്തിലെ ഭാഗം ഏതാണ്? ഏതാ? ഓപ്ഷൻ എ ആണ്, ചെവിക്കുടയാണ്. ഓപ്ഷൻ എ ചെവിക്കുടയാണ്. ബാഹ്യകർണത്തിലെ ഭാഗങ്ങൾ ചോദിച്ചാൽ ചെവിക്കുടയുണ്ട്, കർണനാളം, കർണപടം. ഇതാണ് ഏത്? ബാഹ്യകർണത്തിലെ ഭാഗങ്ങൾ കേട്ടോ. ബാഹ്യകർണത്തിലെ ഭാഗങ്ങൾ ചോദിച്ചാൽ ഏതാ? ചെവിക്കുട, കർണനാളം, കർണപടം. ഇതിൽ ശബ്ദതരംഗങ്ങളെ കർണനാളത്തിലേക്ക് എത്തിക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ ചെവിക്കുട. ഇനി മധ്യകർണത്തെ ബാഹ്യകർണത്തിൽ നിന്ന് വേർതിരിക്കുന്ന വൃത്താകൃതിയിലുള്ള സ്ഥലം ഏതാണ്? മധ്യകർണത്തെ ബാഹ്യകർണത്തിൽ നിന്ന് വേർതിരിക്കുന്ന വൃത്താകൃതിയിലുള്ള സ്ഥലം ഏതാണ്?
ഏതാ? ഓപ്ഷൻ എ ആണ്, കർണപടമാണ്. മധ്യകർണത്തെ ബാഹ്യകർണത്തിൽ നിന്ന് വേർതിരിക്കുന്ന വൃത്താകൃതിയുള്ള സ്ഥലമാണിത്, കർണപടം. ഇനി ശബ്ദ തരംഗങ്ങൾക്കനുസരിച്ച് കമ്പനം ചെയ്യുന്ന സ്ഥലം ഏതാ? ശബ്ദ തരംഗങ്ങൾക്കനുസരിച്ച് കമ്പനം ചെയ്യുന്ന സ്ഥലം ഏതാ? ഓപ്ഷൻ എ ആണ്, കർണപടമാണ്. ഇനി മധ്യകർണത്തെ ഗ്രസനിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഭാഗം ഏതാ? മധ്യകർണത്തെ ഗ്രസനിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഭാഗം ഏതാ? ഓപ്ഷൻ സി ആണ്, യൂസ്റ്റേഷ്യൻ നാളിയാണ്. മധ്യകർണത്തെ ഗ്രസനിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഭാഗമാണിത്, യൂസ്റ്റേഷ്യൻ നാളി. ഇനി ശബ്ദതരംഗങ്ങളെ കർണപടത്തിലേക്ക് നയിക്കുന്ന ബാഹ്യകർണത്തിലെ ഭാഗം ഏതാണ്? ശബ്ദതരംഗങ്ങളെ കർണപടത്തിലേക്ക് നയിക്കുന്ന ബാഹ്യകർണത്തിലെ ഭാഗം ഏതാ? കർണനാളമാണ്. ഇനി 55ാമത്തെ ചോദ്യം, കർണപടത്തിന് ഇരുവശത്തുമുള്ള മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന ഭാഗം ഏതാണ്? കർണപടത്തിന് ഇരുവശത്തുമുള്ള മർദ്ദം ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഭാഗം ഏതാണ്? ഏതാ? ഓപ്ഷൻ ബി ആണ്, യൂസ്റ്റേഷ്യൻ നാളിയാണ്. ഇത് രണ്ടും റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി സ്റ്റേപ്പീസിന്റെ ചലനത്തിലൂടെ കോക്ലിയയിലെ ദ്രവത്തിന്റെ ചലനത്തിന് സഹായിക്കുന്ന ഭാഗം ഏതാണ്? സ്റ്റേപ്പീസിന്റെ ചലനത്തിലൂടെ കോക്ലിയയിലെ ദ്രവത്തിന്റെ ചലനത്തിന് സഹായിക്കുന്ന ഭാഗം ഏതാണ്? ഏതാ? ഓപ്ഷൻ എ ആണ്, ഓവൽ വിൻഡോയാണ്. സ്റ്റേപ്പീസിന്റെ ചലനത്തിലൂടെ കോക്ലിയയിലെ ദ്രവത്തിന്റെ ചലനത്തിന് സഹായിക്കുന്ന ഭാഗമാണിത്, ഓവൽ വിൻഡോ. ഇനി ചെവിയുടെ മധ്യ അറയെയും താഴത്തെ അറയെയും തമ്മിൽ വേർതിരിക്കുന്ന സ്ഥലം ഏതാണ്? ചെവിയുടെ മധ്യ അറയെയും അതേപോലെ താഴത്തെ അറയെയും തമ്മിൽ വേർതിരിക്കുന്ന സ്ഥലം ഏതാണ്? ഏതാ? ഓപ്ഷൻ ഡി ആണ്, ബേസിലാർ സ്ഥലമാണ്. ഇനി ചെവിയെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നത്? ചെവിയെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഏതാ? ഓട്ടോളജിയാണ്. ഓപ്ഷൻ സി ആണ്, ഓട്ടോളജി. ചെവിയെക്കുറിച്ചുള്ള പഠനമാണിത്, ഓട്ടോളജി. ഇനി ശരീര തുലനാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന ജ്ഞാനേന്ദ്രിയം ഏതാണ്? ശരീര തുലനാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന ജ്ഞാനേന്ദ്രിയം ഏതാണ്? ഏതാ? ഓപ്ഷൻ സി ആണ്, ചെവിയാണ്. ഓപ്ഷൻ സി, ചെവിയാണ്. ശരീര തുലനാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന ജ്ഞാനേന്ദ്രിയം ചോദിച്ചാൽ ഏതാ? ചെവിയാണ്. അങ്ങനെയാണെങ്കിൽ ശരീര തുലന നിലപാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ഏതാണ്? ശരീര തുലനാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന ജ്ഞാനേന്ദ്രിയം ചോദിച്ചാൽ ചെവിയാണ്. ശരീര തുലനിലപാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ സി ആണ്, സെറിബെല്ലമാണ്. ഓപ്ഷൻ സി, സെറിബെല്ലമാണ്. ഇനി കേൾവി എന്ന അനുഭവം സാധ്യമാകുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ഏതാണ്? കേൾവി എന്ന അനുഭവം സാധ്യമാക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ഏതാണ്? ഏതാ? ഓപ്ഷൻ സി ആണ്, സെറിബ്രമാണ്. ഓപ്ഷൻ സി, സെറിബ്രമാണ്. നമ്മൾ പറഞ്ഞു ശരീര തുലന നിലപാലനത്തിന് സഹായിക്കുന്ന നമ്മുടെ ജ്ഞാനേന്ദ്രിയമാണ് ഇത്, നമ്മുടെ ചെവി എന്ന് പറഞ്ഞത് അല്ലേ. അതിന് സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗങ്ങളാണ് ഏതൊക്കെയെന്നറിയോ? അർദ്ധവൃത്താകാര കുഴലുകളും അതേപോലെ വെസ്റ്റിബ്യൂളുമാണ് കേട്ടോ. ശരീര തുലന നിലപാലനത്തിന് സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗങ്ങളാണ് ഏതൊക്കെ? അർദ്ധവൃത്താകാര കുഴലുകളും അതേപോലെ വെസ്റ്റിബ്യൂളുകളും. ഈ വെസ്റ്റിബ്യൂളിന്റെ രണ്ട് ഭാഗങ്ങളാണ്, ഒന്ന് യൂട്രിക്കിളും രണ്ട് സാക്യൂളും എന്ന കാര്യം ഓർത്തു നോക്കണം. ഈ വെസ്റ്റിബ്യൂളിന്റെ രണ്ട് ഭാഗങ്ങളാണ് ഏതൊക്കെ? യൂട്രിക്കിളും അതുപോലെ സാക്യൂളും. ഈ വെസ്റ്റിബ്യൂളിന്റെ ചുണ്ണാമ്പ് തരികളാണ് ഓട്ടോലിത്ത് എന്നറിയപ്പെടുന്നത്. വെസ്റ്റിബ്യൂളിലുള്ള ഈ ചുണ്ണാമ്പ് തരികൾ പോലത്തെ സാധനമുണ്ട്, അതിന് പറയുന്ന പേരാണ് ഓട്ടോലിത്ത് കേട്ടോ. ഓട്ടോലിത്ത് എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ശ്രവണത്തിന് സഹായിക്കുന്ന ചെവിയിലെ ഭാഗം ഏതാ? കോക്ലിയ അല്ലെ. കോക്ലിയാണ് ശ്രവണത്തിന് സഹായിക്കുന്ന ചെവിയിലെ ഭാഗം ചോദിച്ചാൽ ഏതാ? കോക്ലിയാണ്. ശബ്ദഗ്രാഹികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് ഇത്, കോക്ലിയ. ശബ്ദഗ്രാഹികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം ചോദിച്ചാൽ ഏതാ? കോക്ലിയാണ്. കോക്ലിയയിലെ അറകളുടെ എണ്ണം എത്രയാണെന്നറിയോ? 3 അറകളാണ് ഇവിടെയുള്ളത്, കോക്ലിയയിലുള്ളത്. കോക്ലിയയുടെ ആകൃതി മുൻപ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കോക്ലിയയുടെ ആകൃതി ചോദിച്ചാൽ ഏതാ? ഒച്ചിന്റെ ആകൃതിയാണ്. കോക്ലിയയുടെ ആകൃതി ഏതാ? ഒച്ചിന്റെ ആകൃതിയാണ്. കോക്ലിയയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം ഏതാ? പെരിലിംഫാണ്. കോക്ലിയയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് ഏത്? പെരിലിംഫ്. കോക്ലിയക്കകത്തുള്ള ദ്രവത്തിന്റെ ചലനത്തിന് സഹായിക്കുന്ന ഭാഗം ചോദിച്ചാൽ അത് റൗണ്ട് വിൻഡോയാണ്. കോക്ലിയക്കകത്തുള്ള ദ്രവത്തിന്റെ ചലനത്തിന് സഹായിക്കുന്ന ഭാഗം ചോദിച്ചാൽ ഏതാ?
റൗണ്ട് വിൻഡോയാണ്. വേറെ നമ്മൾ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ്, കോക്ലിയയിലെ മധ്യ അറയും താഴത്തറയും തമ്മിൽ വേർതിരിക്കുന്ന സ്ഥലം ഏതായിരുന്നു? ബേസിലാർ സ്ഥലമാണ്. ഇനി ബേസിക് ആയിട്ടുള്ളൊരു കാര്യം, മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദത്തിന്റെ പരിധി എത്രയായിരുന്നു? എത്രയാ? 20 ഹെഡ്സ് മുതൽ 20 കിലോ ഹെഡ്സ് വരെയാന്നുള്ള കാര്യം ഓർത്തു നോക്കുക. മനുഷ്യന്റെ ശ്രവണ പരിധി ചോദിച്ചാൽ ഏതാ? 20 ഹെഡ്സ് മുതൽ 20 കിലോ ഹെഡ്സ് വരെയാണ്. അതുപോലെ ഇനി ചെവി പരിശോധിക്കുന്ന ഉപകരണം, നമ്മുടെ ചെവി പരിശോധിക്കുന്ന ഉപകരണം ചോദിച്ചാൽ അത് ഓട്ടോസ്കോപ്പ് ആട്ടോ. ഓട്ടോസ്കോപ്പ്, ചെവി പരിശോധിക്കുന്ന ഉപകരണം ഏതാ? ഓട്ടോസ്കോപ്പ് ആണ്. ഇനി മൂക്കിനെ കുറിച്ചുള്ള പഠനം എന്താ? മൂക്കിനെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? റിനോളജി ആണ് അല്ലെ. ഓപ്ഷൻ സി റിനോളജി ആണ്. മൂക്കിനെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? റിനോളജി എന്നാണ്. ഇനി ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാ? ഓപ്ഷൻ ബി ആണ്, സെറിബ്രമാണ്. ഇനി ഗന്ധം തിരിച്ചറിയാനാവാത്ത അവസ്ഥ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഗന്ധം തിരിച്ചറിയാനാവാത്ത അവസ്ഥ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏതാ? അനോസ്മിയ ആണ്. ഓപ്ഷൻ എ അനോസ്മിയ. 65 മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഏതാ? എപ്പിസ്റ്റാക്സിസ് ആണ്. ഓപ്ഷൻ സി ആണ്, എപ്പിസ്റ്റാക്സിസ്. പുറത്തു നോക്കുക, മൂക്കിനെ കുറിച്ചുള്ള പഠനം എന്താ? റിനോളജി ആണ്. ഗന്ധം അറിയാനുള്ള ഇന്ദ്രിയമാണ് ഇത് മൂക്കെന്ന് പറയുന്നത്. ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്നത് മൂക്കിലെ ഗന്ധഗ്രാഹികളാണ്. ഗ്രന്ഥഗ്രാഹികളുമായി ബന്ധപ്പെട്ട നാഡിയാണ് ഇത്? ഓൾ ഫാക്ടറി നെർവ്. അപ്പോൾ ഓൾ ഫാക്ടറി നെർവ് ഏത് ജ്ഞാനേന്ദ്രിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ഏതാ? മൂക്കുമായി ബന്ധപ്പെട്ടതാണ്. മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം ഏതാ? എപ്പിസ്റ്റാക്സിസ് ആണ്. അതുപോലെ ഗന്ധം തിരിച്ചറിയാനാവാത്ത അവസ്ഥയാണ് ഏത്? അനോസ്മിയ. ഇനി 66ാമത്തെ ചോദ്യം, നാക്കില് രാസഗ്രാഹികൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത് എവിടെയാണ്? നാക്കില് രാസഗ്രാഹികൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത് എവിടെയാണ്? അതായത് നാവില് രുചി അറിയാൻ സഹായിക്കുന്ന ഭാഗമാണ് ഇത് രാസഗ്രാഹികൾ എന്ന് പറയുന്നത്. ഈ രാസഗ്രാഹികൾ കൂടുതലായും കാണപ്പെടുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നാവിൻ്റെ ഉപരിതലത്തിലാണ്, അല്ലെങ്കിൽ നാക്കിൻ്റെ ഉപരിതലത്തിലാണ്. ഇനി 67ാമത്തെ ചോദ്യം, പ്രാഥമിക രുചിയായിട്ട് ഈയിടെ അംഗീകരിച്ച അഞ്ചാമത്തെ രുചി ഏതാ? നമ്മുടെ രുചിയിൽ അഞ്ചാമത്തെ രുചി ഏതാണ്? ഏതാ അഞ്ചാമത്തെ രുചി എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി ആണ്, ഉമാമിയാണ്. പ്രാഥമിക രുചിയായിട്ട് അംഗീകരിച്ച അഞ്ചാമത്തെ രുചിയാണ് ഏത്? ഉമാമി എന്ന് പറയുന്നത്. പ്രാഥമിക രുചികൾ ഏതൊക്കെയുള്ളത്? മധുരം, കയ്പ്, പുളി, ഉപ്പ്, ഉമാമി. അടുത്തത് ഒരു 6ാമത്തെ രുചി കൂടി വന്നിട്ടുണ്ട്, ഒലിയോഗസ്റ്റസ് എന്ന് പറഞ്ഞിട്ടോ. ഒലിയോഗസ്റ്റസ് നിലവിൽ എത്രയാണുള്ളത്? മധുരം, കയ്പ്, പുളി, ഉപ്പ്, ഉമാമി, ഒലിയോഗസ്റ്റസ്. അങ്ങനെ 6 രുചികളാണ് നിലവിലുള്ളത്. അഞ്ചാമത്തത് ഉമാമിയാണ്, 6ാമത്തതാണ് ഇത് ഒലിയോഗസ്റ്റസ് എന്ന് പറയുന്നത്. ഇനി അസ്ഥിയില്ലാത്ത അവയവം ഏതാ? നമുക്കറിയാം അസ്ഥിയില്ലാത്ത അവയവമാണിത് നമ്മുടെ നാക്കല്ലേ. അസ്ഥിയില്ലാത്ത അവയവമാണിത് നമ്മുടെ നാക്കെന്ന് പറയുന്നത്. നാക്കിനെ ബാധിക്കുന്ന രോഗം ഏതാ? തന്നിരിക്കുന്നതിൽ നാക്കിനെ ബാധിക്കുന്ന രോഗം ഏതാ? നാക്കിനെ ബാധിക്കുന്ന രോഗം എന്ന് പറയുന്നത് റെഡ് ബീഫ് ടിങ് ആട്ടോ. ഓപ്ഷൻ ബി ആണ്, റെഡ് ബീഫ് ടിങ് ആണ്. അപ്പോൾ നാക്കിനെ കുറിച്ച് കുറച്ചുകൂടി പറഞ്ഞുതരാം. നാവിൽ രുചി അറിയാൻ സഹായിക്കുന്നതാണ് ഏത്? രാസഗ്രാഹികൾ കൂടുതലായിട്ടും കാണപ്പെടുന്നത് എവിടെയാ? നാവിൻ്റെ ഉപരിതലത്തിലാണ്. നാവിൻ്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളാണ് ഇത് പാപ്പില്ലകൾ എന്നറിയപ്പെടുന്നത്. നാവിൻ്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളാണ് ഇത് പാപ്പില്ലകൾ. പാപ്പില്ലകളിൽ കാണപ്പെടുന്ന രാസഗ്രാഹി കോശങ്ങളാണ് ഇത് സ്വാദുമുകുളങ്ങൾ. പാപ്പില്ലകളിൽ കാണപ്പെടുന്ന രാസഗ്രാഹി കോശങ്ങളാണ് ഇത് സ്വാദുമുകുളങ്ങൾ. നമ്മൾ പറഞ്ഞു പ്രാഥമിക രുചികളാണ് ഏതൊക്കെ? മധുരം, കയ്പ്, പുളി, ഉപ്പ്, ഉമാമി, ഒലിയോഗസ്റ്റസ് എന്ന് പറയുന്നത്. നാവിന് തിരിച്ചറിയാൻ കഴിയുന്ന അഞ്ചാമത്തെ രുചിയായിട്ട് നമ്മൾ പറഞ്ഞത് ഉമാമിയാണ്. ജപ്പാനീസ് ഭാഷയിൽ ഉമാമി എന്ന പദത്തിന് അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ സന്തോഷകരമായിട്ടുള്ളത് എന്നാട്ടോ. ജപ്പാനീസ് ഭാഷയിൽ ഉമാമി എന്ന വാക്കിന്റെ അർത്ഥം എന്താ? സന്തോഷകരമായിട്ടുള്ളത് എന്നാണ്. ഈ ഉമാമി രുചി തരുന്ന ഘടകം, അതായത് ഭക്ഷണ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പാല്, മാംസം, കടൽ വിഭവങ്ങൾ, കൂണ്, ഇതിൻ്റെയൊക്കെ രുചി ഏതാണെന്ന് ചോദിച്ചാൽ ഉമാമിയാണ്. ഈ നാവിന് തിരിച്ചറിയാൻ കഴിയുന്ന 6ാമത്തെ രുചി നമ്മൾ പറഞ്ഞു ഏതായിരുന്നു? കൊഴുപ്പിന്റെ രുചിയായിട്ടുള്ള ഒലിയോഗസ്റ്റസ് ആണ്. ഒലിയോഗസ്റ്റസിന്റെ രുചി എന്താ? നമ്മൾ പറഞ്ഞു കൊഴുപ്പിന്റെ രുചിയാണ്. ഇനി
നാവിന്റെ ചലനവുമായി ബന്ധപ്പെട്ട നാഡി ചോദിച്ചാൽ ഹൈപ്പോഗ്ലോസൽ നാഡിയാണ്. എന്താ? നാവിന്റെ ചലനവുമായി ബന്ധപ്പെട്ട നാഡി ചോദിച്ചാൽ ഏതാ? ഹൈപ്പോഗ്ലോസൽ നാഡിയാണ്. അതുപോലെ നമ്മൾ പറഞ്ഞു നാവിനെ ബാധിക്കുന്ന രോഗമാണ് ഏത്? റെഡ് ബീഫ് ടങ് എന്ന് പറയുന്നത്. ഇനി 70ാമത്തെ ചോദ്യം, ത്വക്കിനെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നത്? ത്വക്കിനെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഏത് പേരില? ഡെർമറ്റോളജി ആണ്. ഓപ്ഷൻ എ ആണ് ഡെർമറ്റോളജി. ത്വക്കിനെ കുറിച്ചുള്ള പഠനം എന്താ? ഡെർമറ്റോളജി. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാ? ഓപ്ഷൻ എ ആണ് ത്വക്കാണ് അല്ലേ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. 72ാമത്തെ ചോദ്യം, വൃക്കകൾ, കരള് എന്നിവ കൂടാതെ വിസർജന പ്രക്രിയയിൽ പങ്കുവഹിക്കുന്ന മറ്റൊരു അവയവമാണേത്? ഓപ്ഷൻ ബി ത്വക്ക് എന്ന് പറയുന്നത്. വൃക്കകള്, കരള് എന്നിവ കൂടാതെ വിസർജന പ്രക്രിയയിൽ പങ്കെടുക്കുന്ന മറ്റൊരു അവയവമാണേത്? ത്വക്ക് എന്ന് പറയുന്നത്. ഇനി ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? മെലാനിൻ ആണ്. ഓപ്ഷൻ ബി മെലാനിൻ ആണ്. ഇനി ത്വക്കിന് മൃദുത്വം നൽകുന്ന ദ്രവം ഏതാണ്? ത്വക്കിന് മൃദുത്വം നൽകുന്ന ദ്രവം ഏതാണ്? ഓപ്ഷൻ സി ആണ് സേബമാണ്. ത്വക്കിന് മൃദുത്വം നൽകുന്ന ദ്രവമാണേത്? സേബം. ഇനി മെലാനിന്റെ അഭാവം മൂലം ത്വക്കിനുണ്ടാകുന്ന രോഗം ഏതാണ്? മെലാനിന്റെ അഭാവം മൂലം ത്വക്കിനുണ്ടാകുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൽബിനിസം ആണ്. ആൽബിനിസം. മെലാനിന്റെ അഭാവം മൂലം ത്വക്കിനുണ്ടാകുന്ന രോഗമാണേത്? ആൽബിനിസം. ഇനി മനുഷ്യ ശരീരത്തിലെ ത്വക്കിന്റെ ആകെ ഭാരം എത്രയാണ്? മനുഷ്യ ശരീരത്തിലെ ത്വക്കിന്റെ ആകെ ഭാരം എത്രയാ? 10.9 കിലോഗ്രാം ആണ്. ഓപ്ഷൻ ഡി ആണ് 10.9 കിലോഗ്രാം. 77ാമത്തെ ചോദ്യം, ജീവകം ഡി നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? ജീവകം ഡി നിർമ്മിക്കപ്പെടുന്നത് എവിടെയാ? ഓപ്ഷൻ ബി ത്വക്കിലാണ്. 78ാമത്തെ ചോദ്യം, നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഏതാണ്? നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം എന്ന് അറിയപ്പെടുന്നത് എവിടെയാ? മസ്തിഷ്കമാണ് അല്ലെ. ഓപ്ഷൻ ഡി ആണ് മസ്തിഷ്കമാണ്. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ നമ്മുടെ ത്വക്കിനെ പറ്റിയിട്ട് 2-3 രോഗം കൂടി പറഞ്ഞുതരാം. അതായത് നമ്മുടെ ത്വക്കിന്റെ മേൽപ്പാളിയായിട്ടുള്ള അതിചർമ്മം ഇരുണ്ടുകൂടി ഉണ്ടാകുന്ന ചെറിയ മുഴകളാണ് അരിമ്പാറ എന്നറിയപ്പെടുന്നത്. നമ്മളെ ത്വക്കിൽ ഏറ്റവും കട്ടി കുറഞ്ഞ പാളിയാണ് ഏത്? അതിചർമ്മം എന്ന് പറയുന്നത്. ഈ അതിചർമ്മം ഉരുണ്ടു കൂടിയിട്ടുണ്ടാകുന്ന ചെറിയ മുഴകളാണ് ഏത്? അരിമ്പാറ എന്ന് പറയുന്നത്. ഈ അരിമ്പാറക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവി ചോദിച്ചാൽ വൈറസ് ആണ്. അതുപോലെ ത്വക്കിന്റെ മേൽപ്പാളിയായിട്ടുള്ള അതിചർമ്മത്തിന്റെ മേൽപ്പാട അടർന്നു വീഴുന്ന രോഗമാണ് സോറിയാസിസ് എന്ന് പറയുന്നത്. സോറിയാസിസ്. ഇനി അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുന്നത് ആരാന്ന് വെച്ചാൽ മെലാനിൻ ആണ്. ഈ മെലാനിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം നമ്മൾ പറഞ്ഞു ആൽബിനിസം ആണ്. വേറെ മറ്റു രോഗങ്ങളാണ് ത്വക്കിനെ ബാധിക്കുന്നത്. ഒന്ന് ഡെർമറ്റൈറ്റിസ്, അതുപോലെ കാർഡിഡൈസിസ്, മെലനോമ, പാണ്ട്. ഇതൊക്കെ ഏതിനുണ്ടാകുന്നതാ? നമ്മുടെ ത്വക്കിനുണ്ടാകുന്ന രോഗങ്ങളാണ്. അതുപോലെ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ തൊലി മുഴുവൻ മാറിയിട്ട് പുതിയതാകാൻ വേണ്ട കാലാവധി എത്ര ദിവസം വേണമെന്ന് വെച്ചാൽ 27 മുതൽ 30 ദിവസം വരെയാണ് മനുഷ്യ ശരീരത്തിൽ തൊലി മുഴുവൻ മാറിയിട്ട് പുതിയ തൊലി ഉണ്ടാകാൻ വേണ്ടിയുള്ള കാലാവധി എന്ന് പറയുന്നത്. ഇനി അടുത്തത്, നാഡീവ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ ഉൾക്കൊള്ളുന്ന ഭാഗം ഏതാണ്? നാഡീവ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ ഉൾക്കൊള്ളുന്ന ഭാഗം ഏതാണ്? ഓപ്ഷൻ എ ആണ് മസ്തിഷ്കമാണ്. ഓപ്ഷൻ എ ആണ് മസ്തിഷ്കമാണ്. ഇനി 80ാമത്തെ ചോദ്യം, മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നത്? മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ് ഫ്രിനോളജി എന്നാണ്. 81ാമത്തെ ചോദ്യം, മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അസ്ഥി ഏതാണ്? മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അസ്ഥി ഏതാണ്? ഓപ്ഷൻ എ ആണ് കപാലമാണ്. 82, കപാലത്തെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നത്? കപാലത്തെക്കുറിച്ചുള്ള പഠനം ഏത് പേരില? ക്രേനിയോളജി ആണ്. ഓപ്ഷൻ സി ക്രേനിയോളജി. 83, മസ്തിഷ്കത്തിന്റെ ശരാശരി ഭാരം എത്രയാണ്? മസ്തിഷ്കത്തിന്റെ ശരാശരി ഭാരം എത്രയാ? 1400 ഗ്രാം ആണ്. 84, കപാലത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? കപാലത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാ? ഓപ്ഷൻ ബി ആണ് 8 അസ്ഥികളാണ്. കപാലത്തിലെ അസ്ഥികളുടെ എണ്ണം 8 എണ്ണമാണ്. 85, മെനിഞ്ചസിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം ഏതാണ്? മെനിഞ്ചസിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം ഏതാണ്? സെറിബ്രോ സ്പൈനൽ ദ്രവമാണ്. സെറിബ്രോ സ്പൈനൽ ദ്രവമാണ്. 86ാമത്തെ ചോദ്യം, മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ
ഓക്സിജൻ എന്നിവ നൽകുകയും മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുകയും മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നതാരാ? മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ, ഓക്സിജൻ എന്നിവ നൽകുകയും മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുകയും മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നത് ആരാ? സെറിബ്രോ സ്പൈനൽ ദ്രവമാണ്. ഓപ്ഷൻ ഡി ആണ്, സെറിബ്രോ സ്പൈനൽ ദ്രവമാണ്. ഇനി മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന 3 സ്തരപാളികളുള്ള ആവരണം ഏതാണ്? മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന 3 സ്തരപാളികളുള്ള ആവരണം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, മെനിഞ്ചസ് ആണ്. 88 രക്തത്തിലെ വിഷപദാർത്ഥങ്ങളെ അരിച്ചു മാറ്റുന്ന അവയവം ഏതാണ്? രക്തത്തിലെ വിഷപദാർത്ഥങ്ങളെ അരിച്ചു മാറ്റുന്ന അവയവം ഏതാ? വൃക്കയാണ് അല്ലെ? ഓപ്ഷൻ ബി വൃക്കയാണ്. 89 മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജന അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ പ്രധാനപ്പെട്ട വിസർജന അവയവം ഏതാ? ഓപ്ഷൻ എ വൃക്കയാണ്. 90 വൃക്കയെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നത്? വൃക്കയെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏതാ? വൃക്കയെക്കുറിച്ചുള്ള പഠനമാണ്. ഓപ്ഷൻ ഡി നെഫ്രോളജി ആണ്. ഓപ്ഷൻ ഡി നെഫ്രോളജി. 91ാമത്തെ ചോദ്യം, മനുഷ്യനിലെ ഒരു വൃക്കയുടെ ഭാരം എത്രയാണ്? മനുഷ്യനിലെ ഒരു വൃക്കയുടെ ഭാരം എത്രയാണ്? 150 ഗ്രാം ആണ് കേട്ടോ. ഒരു വൃക്കയുടെ ഭാരം 150 ഗ്രാം. 92 മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് ഏതാണ്? മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് വൃക്കയാണ് അല്ലെ? വൃക്കയാണ്. 93ാമത്തെ ചോദ്യം, ലൈസോസൈം കണ്ടുപിടിച്ച വ്യക്തി ആരാ? ലൈസോസൈം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാ? ഓപ്ഷൻ എ ആണ്, അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് അല്ലെ? അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. ലൈസോസൈം കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണെങ്കിൽ ലൈസോസോം കണ്ടുപിടിച്ചത് ആരാ? ലൈസോസോം കണ്ടുപിടിച്ചത് ആരാ? ഓപ്ഷൻ ബി ആണ്, ക്രിസ്റ്റ്യൻ ഡി വ്യൂവ് ആണ്. ഓപ്ഷൻ ബി ക്രിസ്റ്റ്യൻ ഡി വ്യൂവ്. ലൈസോസോം ആരാ? ക്രിസ്റ്റ്യൻ ഡി വ്യൂവ്. ഇനി വൃക്കയുടെ അടിസ്ഥാന ഘടകം എന്താണ്? വൃക്കയുടെ അടിസ്ഥാന ഘടകം നെഫ്രോണുകളാണ്. ഓപ്ഷൻ എ നെഫ്രോണുകളാണ്. 96ാമത്തെ ചോദ്യം, വൃക്കയിലെ നെഫ്രോണിൽ കപ്പിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഭാഗം ഏതാണ്? വൃക്കയിലെ നെഫ്രോണിൽ കപ്പിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഭാഗം ഏതാ? ഓപ്ഷൻ ബി ആണ്, ബൊമൻസ് ക്യാപ്സ്യൂൾ ആണ്. ഓപ്ഷൻ ബി ബൊമൻസ് ക്യാപ്സ്യൂൾ ആണ്. 97 വൃക്കയുടെ ഇരുണ്ട നിറമുള്ള ആന്തരഭാഗം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? വൃക്കയുടെ ഇരുണ്ട നിറമുള്ള ആന്തരഭാഗം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഓപ്ഷൻ ഡി ആണ്, മെഡുല്ലയാണ്. വൃക്കയുടെ ഇരുണ്ട നിറമുള്ള ആന്തരഭാഗം അറിയപ്പെടുന്ന ഏത് പേരില? മെഡുല്ല എന്നാണ്. ഇനി അരിപ്പകളിൽ നിന്ന് മൂത്രം ഒഴുകിയെത്തുന്ന ഭാഗം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? അരിപ്പകളിൽ നിന്ന് മൂത്രം ഒഴുകിയെത്തുന്ന ഭാഗം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഓപ്ഷൻ ബി ആണ്, പെൽവിസ് ആണ്. 99 വൃക്കകളിലേക്ക് ഉന്നത മർദ്ദത്തിലുള്ള രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകൾ ഏതാണ്? വൃക്കയിലേക്ക് ഉന്നത മർദ്ദത്തിലുള്ള രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകൾ ഏതാണ്? ഓപ്ഷൻ സി ആണ്, വൃക്കാധമനിയാണ്. 100ാമത്തെ ചോദ്യം, മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെട്ട രക്തം മഹാസിരയിലേക്ക് എത്തിക്കുന്ന രക്തക്കുഴൽ ഏതാണ്? മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെട്ട രക്തം മഹാസിരയിലേക്ക് എത്തിക്കുന്ന രക്തക്കുഴൽ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, വൃക്കാസിരയാണ്. 101 ബൊമൻസ് ക്യാപ്സ്യൂളിലേക്ക് പ്രവേശിക്കുന്ന വൃക്കാധമനിയുടെ ശാഖ ഏതാണ്? ബൊമൻസ് ക്യാപ്സ്യൂളിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന വൃക്കാധമനിയുടെ ശാഖ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, അഫറന്റ് വെസൽ ആണ്. അഫന്റെ അല്ല, അഫറന്റ് വെസൽ ആണ്. 102ാമത്തെ ചോദ്യം, പ്രായപൂർത്തിയായ ഒരു വ്യക്തിയിൽ ഒരു ദിവസം പുറന്തള്ളപ്പെടുന്ന മൂത്രത്തിന്റെ അളവ് എത്രയാണ്? പ്രായപൂർത്തിയായ ഒരു വ്യക്തിയിൽ ഒരു ദിവസം പുറന്തള്ളപ്പെടുന്ന മൂത്രത്തിന്റെ അളവ് ഓപ്ഷൻ ഡി ആണ്, 1 ലിറ്റർ മുതൽ 1.5 ലിറ്റർ വരെയാണ്. 103ാമത്തെ ചോദ്യം, മൂത്രത്തിന്റെ pH മൂല്യം എത്രയാണ്? മൂത്രത്തിന്റെ pH മൂല്യം 6 ആണ്. ഓപ്ഷൻ സി 6. 104 മൂത്രത്തില് ജലത്തിന്റെ അളവ് എത്രയാണ്? മൂത്രത്തിലുള്ള ജലത്തിന്റെ അളവ് എത്രയാണ്?
എത്രയാ? 96% എന്ത് തന്നെയാണ്? ജലമാണ്. ഓപ്ഷൻ ബി 96%. ഇനി എന്തിൻ്റെ ആകൃതിയിലാണ് വൃക്ക കാണപ്പെടുന്നത്? എന്തിൻ്റെ ആകൃതിയിലാണ് വൃക്ക കാണപ്പെടുന്നത്? ഏതിൻ്റെയാ? അമരവിത്തിൻ്റെ ആകൃതിയിലാണ്. ഓപ്ഷൻ സി അമരവിത്തിൻ്റെ ആകൃതിയിലാണ് ഏത് കാണപ്പെടുന്നത്? വൃക്ക കാണപ്പെടുന്നത്. ഇനി മൂത്രത്തിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം ഏതാ? മൂത്രത്തിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകമാണ് യൂറോക്രോമാണ് അല്ലെ. ഓപ്ഷൻ സി ആണ് യൂറോക്രോമാണ്. 107 ADH എന്ന ഹോർമോണിൻ്റെ അപര്യാപ്തത കാരണം ഉണ്ടാകുന്ന രോഗം ഏതാ? ADH എന്ന ഹോർമോണിൻ്റെ അപര്യാപ്തത കാരണം ഉണ്ടാകുന്ന രോഗം ഏതാ? ഏതാ? ഓപ്ഷൻ എ ആണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ആണ്. ഓപ്ഷൻ എ ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. 108 ചോദ്യം, ഓരോ വൃക്കയിലും കാണുന്ന നെഫ്രോണുകളുടെ എണ്ണം എത്രയാണ്? ഓരോ വൃക്കയിലും കാണപ്പെടുന്ന നെഫ്രോണുകളുടെ എണ്ണം എത്രയാണ്? എത്രയാ? ഓപ്ഷൻ സി ആണ് 10 ലക്ഷത്തോളമാണ്. 109 വൃക്കയുടെ പ്രവർത്തനം കണ്ടെത്തിയതാരാണ്? വൃക്കയുടെ പ്രവർത്തനം കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഓപ്ഷൻ എ വില്യം ബൊമൻ ആണ്. ഓപ്ഷൻ എ വില്യം ബൊമൻ ആണ്. വൃക്കയുടെ പ്രവർത്തനം കണ്ടെത്തിയതാരാ? വില്യം ബൊമൻ ആണ്. ഇനി ബൊമൻസ് ക്യാപ്സ്യൂളിലെ ലോമിക ജാലകമാണ് ഡാഷ്. ബൊമൻസ് ക്യാപ്സ്യൂളിലെ ലോമിക ജാലമാണ് ഡാഷ്. എന്താ? ഓപ്ഷൻ ഡി ആണ് ഗ്ലോമറുലുസ് ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ഗ്ലോമറുലാസ് ആണ്. 111 വൃക്കയിലെ കല്ല് രാസപരമായിട്ട് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? വൃക്കയിലെ കല്ല് രാസപരമായിട്ട് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഓപ്ഷൻ ഡി ആണ് കാൽസ്യം ഓക്സലേറ്റ് എന്ന പേരിലാണ് അല്ലേ. വൃക്കയിലെ കല്ല് രാസപരമായിട്ട് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കാൽസ്യം ഓക്സലേറ്റ് എന്നാണ്. ഇനി ആദ്യമായിട്ട് മാറ്റിവെക്കപ്പെട്ട അവയവം ഏതാണ്? ആദ്യമായിട്ട് മാറ്റിവെക്കപ്പെട്ട അവയവം ഏതാ? ഓപ്ഷൻ ഡി വൃക്കയാണ് അല്ലെ. ആദ്യമായിട്ട് മാറ്റിവെക്കപ്പെട്ട അവയവം ചോദിച്ചാൽ ഏതാ? വൃക്കയാണ്. ഇനി ആദ്യത്തെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ആരാണ്? ആദ്യത്തെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ആരാ? ഓപ്ഷൻ ഡി ആണ് അല്ലെ. ജോസഫ് ഇ മുറയാണ്. ജോസഫ് ഇ മുറയാണ്. 114 ഇരുവൃക്കകളും ഒരുപോലെ പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥ ഏതാ? ഇരുവൃക്കകളും ഒരുപോലെ പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥ ഏതാ? ഓപ്ഷൻ സി ആണ് യുറീമിയ കേട്ടോ. യുറീമിയ. 115 മൂത്രത്തിലൂടെ രക്തം പോകുന്ന അവസ്ഥ ഏതാ? മൂത്രത്തിലൂടെ രക്തം പോകുന്ന അവസ്ഥ ഓപ്ഷൻ സി ആണ് ഹെമറ്റൂറിയ. ഓപ്ഷൻ സി ഹെമറ്റൂറിയ. 116 അണുബാധ മൂലം വൃക്കക്കുണ്ടാകുന്ന വീക്കം ഏത് പേരിൽ അറിയപ്പെടുന്നത്? അണുബാധ മൂലം വൃക്കക്കുണ്ടാകുന്ന വീക്കം ഏതാ? നെഫ്രൈറ്റിസ് ആണ്. ഓപ്ഷൻ ഡി നെഫ്രൈറ്റിസ്. 117 ചോദ്യം, വൃക്ക നീക്കം ചെയ്യുന്ന പ്രക്രിയ അറിയപ്പെടുന്ന ഏത് പേരിലാണ്? വൃക്ക നീക്കം ചെയ്യുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഏതാ? ഓപ്ഷൻ സി ആണ് നെഫ്രക്ടമി എന്നാട്ടോ. നെഫ്രക്ടമി. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ബാക്കി ഇനിയുണ്ട് നമ്മുടെ മനുഷ്യ ശരീരം എന്ന ഭാഗത്ത് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിലായിട്ട് നോക്കാം.